ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്മ നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വർഷത്തെ ഞങ്ങളുടെ കണിയാണിത്. അപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ പച്ചക്കറി, ചക്ക, പിന്നെ 2 കുഞ്ഞിക്കണ്ണന്മാർ, കൊന്നപ്പൂ നമ്മൾ വാങ്ങിച്ചതുകൊണ്ട് ഒരുപാടൊന്നുമില്ല, പിന്നെ ആറന്മുള കണ്ണാടി വെച്ചിട്ടുണ്ട്, കുറച്ച് പൈസ, തുട്ടുപൈസ, അതേപോലെ നോട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ അവിടെ പൂജ ചെയ്യാൻ തുടങ്ങുകയാണ് രാവിലെ. പിന്നെ അരി, മഞ്ഞൾ, പിന്നെ ഒരു ടൈപ്പ് പരിപ്പ്, അത് പാലക്കാട് മാത്രം വെക്കുന്ന അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്നോ, മൊത്തം ഒരു മഞ്ഞ് മൂടിയ പോലെ ഇല്ലേ, അത് ശരിക്കും മഞ്ഞല്ല. എല്ലാവരും ഈ പടക്കമൊക്കെ പൊട്ടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ഒരു വായുമലിനീകരണം കാണാൻ പറ്റും. അപ്പോൾ ഇന്നലെ രാത്രി പടക്കമൊക്കെ പൊട്ടിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ ഉറങ്ങിയപ്പം ഒരു സമയമായി. പിന്നെ എണീറ്റ് വന്ന് ഞാൻ ആദ്യം ഫസ്റ്റ് കണി കണ്ടു. പിന്നെ ഏട്ടനും കുഞ്ഞും എണീറ്റിട്ടില്ല. അമ്മയൊക്കെ അമ്പലത്തിൽ പോയി. ടൈം ഞാൻ കുളിച്ചിട്ട് വന്ന് ചായ എടുക്കുകയാണ്. ചായ എടുത്താലേ എൻ്റെ ഏട്ടൻ കട്ടിലേന്ന് നിന്ന് എണീക്കുള്ളൂ. അപ്പോൾ ചായ എടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. സദ്യ വെക്കുന്ന പരിപാടി. അപ്പോൾ സദ്യ വെച്ചിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാൻ. ഇല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡാവും വെയിലത്തൊക്കെ. പിന്നെ വന്ന് അടുക്കളയിൽ കയറി പണിയെടുക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ചെറിയൊരു സദ്യ മതി, കാരണം ഇവിടെ വൈകിട്ട് ചോറ് കഴിക്കലില്ല. അപ്പോൾ ഉച്ചക്കത്തേക്കിന് മാത്രമുള്ള കുറച്ച് എന്നുവെച്ചാൽ എല്ലാം ഞാൻ അളവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരുമാതിരി എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാം കഴിച്ചു. ഇനി ഞാൻ പോയി ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ ആ സമയം അനിയനും അനിയത്തിക്കും ഞങ്ങൾ വിഷുക്കൈനീട്ടം കൊടുക്കുകയാണ്. നമ്മളിവിടെ വിഷുക്കൈനീട്ടം കൊടുക്കുമ്പോൾ ഇങ്ങനെ കാലൊക്കെ തൊട്ട് തൊഴും കേട്ടോ. ഞങ്ങളുടെ അവിടെ അങ്ങനെയൊന്നുമില്ല, സാധാരണ പോലെ കൊടുക്കുകയാണ്. പിന്നെ തട്ടിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് കുഞ്ഞിൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ, വിഷുവിനായിരുന്നു എടുത്തു കൊടുത്താണ്. പിന്നെ അമ്മ ഞങ്ങൾക്ക് തന്നു വിഷുക്കൈനീട്ടം. അപ്പോൾ ഇവിടെ വിഷുക്കൈനീട്ടം വെക്കുന്നതിൽ ഗോൾഡും സിൽവറും കോയിനുണ്ട്. ആ കോയിനാണ് ഞങ്ങൾ തൊട്ട് നമസ്കരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വിഷു ആകുമ്പോഴത്തേക്കിനും ചെറുപ്പത്തിലൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമല്ലേ വിഷുക്കൈനീട്ടം കിട്ടാനായിട്ട്. ഞങ്ങളിങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, ഗസ്റ്റൊക്കെ വരുമ്പോൾ തരുന്നത് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് പിറ്റേ അതേ ഏപ്രിൽ തന്നെയാണ് അച്ചാച്ചൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ആ പൈസ കൂട്ടി വെച്ചിട്ട് അമ്മയ്ക്കും അച്ചാച്ചനും കേക്ക് വാങ്ങിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. Happy Vishu. Na kunya. Kunya na. Manjo. Paisa manjo. Happy Vishu. Tara. Happy Vishu. Na. Da. Idu നോക്കിട്ട് തന്നെ വെക്കി. ഇത് വെക്കി. ഇതിൽ തന്നെ വെക്കി. ഓക്കേ. Na kunya. Thank you, madam. നീരുവിന് ചന്ദനോ സിന്ദൂരോ എവിടെ കണ്ടാലും അതെടുത്ത് തൊടണം, അതൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് സിന്ദൂരം ഓടിയിട്ടുണ്ടായിരുന്നു, അത് തൊടാൻ വേണ്ടിയിട്ട് ആൾ ഓടിയതാണ്. ഇനി ഞങ്ങളുടെ ഊഴമാണ്. അച്ഛനും അമ്മയും കൂടെ കുഞ്ഞിന് കൈനീട്ടം കൊടുക്കാൻ പോവാണ്. അപ്പോൾ അവന് നേരത്തെ 2 വർഷങ്ങളിൽ കിട്ടിയ കൈനീട്ടമൊക്കെ ഞാനൊരു കുടുക്കയിലിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവന് കാശിന് ആവശ്യമില്ലല്ലോ, പിന്നെ അവൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ പൈസ കൂടിയാണല്ലോ. ഇനി ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ട് അമ്മയ്ക്ക് കൈനീട്ടം കൊടുക്കുന്നു. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ കൈനീട്ട പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും തന്നാൽ വാങ്ങിക്കാം, കിട്ടിയാൽ കിട്ടി. ഇനി ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുക്കളയിൽ പായസം മാത്രം വെച്ചാൽ അത് വന്നിട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എന്തൊക്കെ വെച്ചു എന്നുള്ളത് കാണിച്ചു തരാം. ഇതൊക്കെയാണ് വെച്ചത്. ഐറ്റംസിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ഒരെണ്ണം കൂടി ഇടുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എന്തൊക്കെയാണ് വെച്ചതെന്ന് ഞാൻ പറയാം. അപ്പോൾ എല്ലാം വെച്ച് ഇനി ചോറും വെച്ചു. ഇനി ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ. ഇനി അടുത്ത വീഡിയോയിൽ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.